എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. ഈ ഒരു ചൂടിന്റെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെ മാറാൻ സഹായിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പാൽസർബത്താണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇഫ്താറിലേക്കൊക്കെ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ സബ്ജ സീഡ്സ് കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കസ്കസ് നല്ല ഡബിളായിട്ട് കുതിർന്ന് വരും കേട്ടോ. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 4 കപ്പ് അളവിൽ ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കറക്റ്റ് 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫുൾ ഫാറ്റ് പാലാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. പാല് നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഇതുപോലെ ചൗവരിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ചൗവരി തീരെ ചെറിയ ടൈപ്പ് ചൗവരിയാണ് കേട്ടോ. സാധാരണ നമുക്ക് കുറച്ചും കൂടി വലിയ ടൈപ്പാണ് എപ്പോഴും വാങ്ങാൻ കിട്ടാറ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ചെറിയ ടൈപ്പ് ചൗവരി കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ എടുക്കുക. ഇനി അഥവാ വലിയ ടൈപ്പ് ചൗവരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു ചൗവരി നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് എടുക്കണം. അങ്ങനെ കുതിർത്തിയിട്ട് എടുക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നത്. ഇതുപോലെ ചെറിയ ടൈപ്പ് ചൗരിയാണെങ്കിൽ നമ്മൾ കുതിർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാലിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. വലിയ ടൈപ്പാണ് കിട്ടുന്നതെങ്കിൽ കുറച്ച് സമയം നമ്മൾ വെള്ളത്തിൽ നിന്ന് കുതിർത്തിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചൗരി ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഈ ഒരു പാലിൽ കിടന്ന് ചൗരി ഒന്ന് വെന്ത് കിട്ടണം. ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ചൗരി ഒന്ന് വെന്ത് കിട്ടും. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി നമ്മൾ ചൗരി ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് നമ്മൾ പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ഒഴിച്ചു കൊടുത്തെന്ന് കരുതി ഇതിലൊരു മധുരം പൂർണ്ണമാവത്തില്ല. നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രം ഇതുപോലെ പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലാതെ ചൗരി വെന്തിട്ടുണ്ടോ എന്നൊരു കറക്റ്റ് പാകം നമ്മൾ അറിയുന്നത് ഇത് കണ്ടില്ലേ. ഇതുപോലെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. നമ്മൾ കൈ കൊണ്ട് ഞെക്കി നോക്കുമ്പോൾ ആ ഒരു കട്ടി മാറി കിട്ടും. ആ ഒരു വെള്ള കളർ മാറി ഇതുപോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചൗരി പൂർണ്ണമായി വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ചൗരി നമുക്കിവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ ഈ ഒരു കസ്റ്റാർഡും ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാലിലേക്ക് ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡിൻ്റെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഇതിൽ ചൗവരിയും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കസ്റ്റാർഡിൻ്റെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അത് പെട്ടെന്ന് അങ്ങ് കുറുകി വരും. സാധാരണ നമ്മളൊരു കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കുറുക്കിയെടുക്കുന്ന പോലെയല്ല ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു ചൗവരിക്കും ചെറിയൊരു പശുപശപ്പുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് കുറുകി വരും കേട്ടോ. ഇത് കണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസോ അല്ലെങ്കിൽ ബദാമിൻ്റെ എസൻസോ പിസ്തയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബദാമിൻ്റെ ഒരു മിക്സ് ആണ് കേട്ടോ ഒരു കുറച്ച് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബദാം മിക്സിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുക. ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതിൻ്റെ ചൂട് പൂർണ്ണമായും മാറിയതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് ഞാൻ മധുരം വളരെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കറക്റ്റ് മധുരമാകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ നറുനീണ്ടി സിറപ്പാണ് കേട്ടോ. നന്നാറി സിറപ്പ്. നമ്മൾ നന്നാറി സിറപ്പ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, നന്നാറി സിറപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു നന്നാറി സിറപ്പ് നമുക്ക് നാട്ടിലേക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇവിടെയാണെങ്കിലും നമുക്കിത് മിക്ക സൂപ്പർ മാർക്കറ്റിലും കിട്ടാനുണ്ട്. ലുലുവിലും സഫാരി മാളിലൊക്കെ നമുക്ക് ഈ ഒരു നറുനീണ്ടി സിറപ്പ് ഇതുപോലെ ബോട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു കറക്റ്റ് മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു സാധാരണ ഒരു കസ്റ്റാർഡ് പൗഡർ വെച്ച് ചെയ്യുന്ന ഒരു ഡ്രിങ്കിൻ്റെ ഒരു ടേസ്റ്റ് ആണ്. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി ഈ ഒരു നറുനീണ്ടി സിറപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുടിക്കുന്ന സമയത്ത് ഒന്ന് കഴിക്കാനും കൂടി വേണ്ടിയിട്ട് ഒരു 1-2 ഫ്രൂട്ട്സും അതുപോലെ തന്നെ
കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു അനാർ ഇതുപോലെ ഒന്ന് അടർത്തി എടുത്തിരിക്കുന്നതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ആപ്പിൾ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് ബദാം കട്ട് ചെയ്തതും കാഷ്നട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുതിർത്തി വെച്ചിരുന്ന ഒരു കസ്കസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു നറുനീണ്ട സിറപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാനൊക്കെ പറ്റുന്ന ഒരു പാകമായിട്ട് ഐസ് ക്യൂബ്സ് ചേർത്തുനിന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു നറുനീണ്ട സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു സ്പെഷ്യൽ പാൽ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. ഈ ഒരു ചൂട് സമയത്തും അതുപോലെ തന്നെ ഇഫ്താർ സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.